ഉറക്കണ്ട, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, അത് കഴിയട്ടെ എന്ന് പറയുന്നുണ്ട്. വിനയൻ അമ്പിച്ചേച്ചി കഴിച്ചോ ചോദിക്കുന്നുണ്ടല്ലോ. അമ്മൂസ് ഞാൻ പിന്നെയും വന്നു എന്ന് പറയുന്നുണ്ട്. വിനയൻ അനിലേ എന്തുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്പൂ കഴിച്ചു വിനയ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വിനയം കഴിച്ചോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ജിഫി വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെ അടിച്ചുറക്കി എന്ന് തോന്നുന്നു നേതാവ്. ദിൽഷാദ് എൻ്റെ ഷാനി കണ്ണും പൂട്ടി ഉറങ്ങും മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്ന് മുടങ്ങിയിടാ നീ ദിൽഷാദ് കുട്ടൻ അല്ലേ ദിലു. ഷാനി എന്നെ ഒഴികെ വേറെ എല്ലാരെയും നോക്കുന്നുണ്ട് അമ്പി ചേച്ചി എന്ന് പറയുന്നുണ്ട്. വിനയൻ ഹായ് അമ്മൂ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അമ്മൂസ് അമ്പൂന്ന് വിളിക്കുന്നുണ്ട്. അമ്മുക്കുട്ടാന്ന് വിളിക്കുന്നുണ്ടല്ലോ. അനിൽ സുഖം വിനയം ബ്രോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ജിഫി ഷാനി എന്ന് വിളിക്കുന്നുണ്ട്. അമ്മൂസ് വിനയം ചേട്ടാ സുഖം അല്ലേ ചോദിക്കുന്നുണ്ട്. ദിൽഷാദ് അമ്മൂ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അമ്പു അതേ ഷാനി എന്ന് വിളിക്കുന്നുണ്ട്. അനിൽ നേതാവേ എന്ന് വിളിക്കുന്നുണ്ട്. വിനയൻ സുഖം അമ്മൂ എന്ന് പറയുന്നുണ്ട്. അമ്മുക്കുട്ടാ കഴിച്ചോ ചോദിക്കുന്നുണ്ടല്ലോ. നിജു അമ്മൂസേ ഞാൻ കണ്ടു ഷോർട്സ്, ഒരു രക്ഷയില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അമ്മൂസിന്റെ ലാസ്റ്റ് ഷോർട്സ് കണ്ടായിരുന്നോ എല്ലാവരും? അയ്യോ അമ്മൂ ഷാനി അനിൽ ബ്രോ സേഫ് ജേണി എന്ന് പറയുന്നുണ്ട് കേട്ടോ. വിനയൻ നേതാവേ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഷാനി ദിൽഷാദ് അമ്മോ ദിലു എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അമ്മോ നീച്ചട്ടാന്ന് വിളിക്കുന്നുണ്ടല്ലോ. വിനയൻ ദിലു എന്ന് വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ. ദിൽഷാദ് അമ്മുവേ നാളെ ലൈവുണ്ടോന്ന് ഇടുവോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പ്രദീപ് ഷാനു ചാക്കോച്ചൻ്റെ കണ്ണ് എന്നാൽ കെട്ടിവെക്ക്, അല്ല പിന്നെ എൻ്റെ ചെക്കനെ ഒന്ന് നോക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അനിൽ ഓക്കെ എന്ന് പറയുന്നുണ്ടല്ലോ. ജിഫി അങ്ങനെ കോഴികളുമായിട്ടല്ലേ കൂട്ട്, ചില കാട്ടുകോഴികളല്ലേ ഷാനി എന്ന് പറയുന്നുണ്ട്. അസീസ് ചേട്ടനോട് പറഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞായിരുന്നു. തിരക്കുന്ന കാര്യമല്ലേ, പറഞ്ഞായിരുന്നു കേട്ടോ. തത്തമ്മ അനിൽ നിന്നെ ഒന്ന് നോക്കിയത് കൊണ്ട് ആണ് ഷാനി ദീർഘദൂരം യാത്ര എന്ന് പറയുന്നുണ്ട്. വിനയൻ ചേച്ചി ചേട്ടനെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചേട്ടൻ വന്നല്ലോ വിനയൻ. എൻ ജെ ഷാനി പെങ്ങളെ അനിൽ ബ്രോ ടേക്ക് കെയർ ഹാവ് എ സേഫ് ജേർണി എന്ന് പറയുന്നുണ്ട്. ഷാനി അനിൽ എറണാകുളം എത്തി എന്ന് പറയുന്നുണ്ട്. അമ്മു നാളെ പറ്റുവാണേൽ ഇടണം ദിലു, ഞാൻ വിചാരിച്ചു ഇനി 15 കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയോ എന്ന്, ചാനൽ പോകുക എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനൊന്നും പേടിച്ചിരിക്കാതെ തകറക്കമ്മു. എന്നതായിരുന്നു എൻ്റെ അമ്മു എൻ്റെ ഷോർട്സ്? എൻ്റെ ഷോർട്സ് അല്ല അമ്മുവിൻ്റെ ഷോർട്സ്. പ്രത്യേകിച്ച് മീശയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അമ്മുവിനത്. അതിന് മുമ്പേ സാരിയൊക്കെ എടുത്തിട്ടുള്ള നേരത്തെ ഫോട്ടോ അത് സൂപ്പർ ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. അമ്മുവിന് സാരിയാണ് അങ്ങനെ കേട്ടോ എൻ്റെ നോട്ടത്തിൽ. അമ്മു സച്ചിവേ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. തത്തമ്മ അമ്മോ ഇപ്പോൾ റെഡിയായോ പൊന്നേന്ന് ചോദിക്കുന്നുണ്ട്. സുബീഷ് എൻ്റെ അമ്മോ എന്ത് പറ്റി എന്നാ ഞാൻ എത്തിന്ന് പറയുന്നുണ്ടല്ലോ. സുബീഷിന് സ്ഥലം മാറ്റിയായിരുന്നു, അവിടുന്ന് ജോലി സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലം മാറ്റി, അതുകൊണ്ട് ഇച്ചിരി പാടാന്ന് സുബീഷ് പറഞ്ഞായിരുന്നു അല്ലേ സുബീഷേ? നിജു ബർത്ത്ഡേ പോയി എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പുറത്തുണ്ട്. പ്രദീപ് ചിരിക്കുന്നുണ്ടല്ലോ. തത്തമ്മ സുബീഷിനൊരു ഹായ് പറയുന്നുണ്ടല്ലോ. ലിഷാദ് അമ്മു എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. ജിഫി ഹായ് സുബീഷ് ബ്രോയ്ക്ക് ഒരു ഹായ് കൊടുക്കുന്നുണ്ടല്ലോ. സുബീഷ് അമ്മുവിനെ വിളിക്കുന്നുണ്ടല്ലോ. എൻ ജെ കഥാനായകൻ എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സുബീഷ്. ജിഫിക്ക് ഒരു ഹായ് കൊടുക്കുന്നുണ്ടല്ലോ. അമ്മു ഞാൻ കഴിച്ചു, നീ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മു അപ്ഡേറ്റ് കൊടുത്തില്ല അമ്പു, അതുകൊണ്ടായ കുഴപ്പമാവും. ഇല്ല അപ്ഡേറ്റ് കൊടുത്താൽ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. തത്തമ്മ ചേട്ടൻ വന്നല്ലോ. വന്നല്ലോ മനമാല. പ്രദീപ് ചാക്കോച്ച KSRTC സ്റ്റാൻഡ് എത്തിയോ ചാക്കോച്ചാന്ന് ചോദിക്കുന്നുണ്ട്. എറണാകുളത്തെ ആയിരിക്കും അല്ലേ. വിനയൻ പ്രദീപേന്ന് വിളിക്കുന്നുണ്ട്. പ്രദീപ് എറണാകുളം KSRTC സ്റ്റാൻഡ് എത്തിയോ ചാക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചിൻ സുബീഷ് ബ്രോനെ വിളിക്കുന്നുണ്ടല്ലോ. സുബീഷ് അമ്മു ഞാൻ സുബീഷ്. ആണ് മനസ്സിലായല്ലോ. സുബീഷിന് എങ്ങനെയൊക്കെ ഏതൊക്കെ DP ഇട്ട് വന്നാലും മനസ്സിലാവും ഞങ്ങൾക്ക് അല്ലേ അമ്മു. പ്രദീപ് വിനയൻ ചേട്ടൻ നമസ്തേന്ന് വിളിക്കുന്നുണ്ടല്ലോ. സുബീഷ് സച്ചിനൊരു ഹായ് പറയുന്നുണ്ടല്ലോ. ജിഫി ചേട്ടാ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ ഉറക്കമല്ലായിരുന്നു, നേരം ടൈപ്പ് ചെയ്യല്ലായിരുന്നോ. ഇടയ്ക്ക് കുറച്ച് നേരം ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് എനിക്ക് കിരീടം കിട്ടാഞ്ഞത്. അമ്മോ ഇല്ലടാ കഴിച്ചില്ല, ഇന്ന് പണിയെടുക്കാൻ ഇനിയും മടിയായിട്ട് മൂപ്പർക്ക് ഞാൻ ഓഫർ ചെയ്തു. അതുകൊണ്ട് പൊറോട്ട വാങ്ങി തന്നു എന്ന് പറയുന്നുണ്ട്. പൈസ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പം